ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മിന്നൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ? സുഖമാണെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റമദാനൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ റമദാനിലെ ഒന്നാമത്തെ ദിവസത്തെ എന്താ പറയുക, നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ കപ്പയും ചെറുപയറും കൊണ്ടൊരു കറി വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂളക്കറി. അപ്പോൾ നമ്മളിതാ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പൂളയാണ് കേട്ടോ. അപ്പോൾ അതും പിന്നെ പത്തിരി ആയിട്ട് ഉണ്ടാക്കുന്നത്. പത്തിരി ഇവിടെ മസ്റ്റാണ് കേട്ടോ. എന്തായാലും നോമ്പ് തുറക്കും പത്തിരി ഇവിടെ എന്തായാലും വേണം. അപ്പോൾ മിന്നൂസ് പത്തിരി നമുക്ക് പരുത്തി തരുന്നുണ്ട് കേട്ടോ. പത്തിരി അവിടെ നിന്ന് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ മീൻകറിയും ചിക്കൻ കറിയായിട്ട് ഉണ്ടാകുന്നത്. മീൻ കറി നമുക്ക് പൊലിച്ചക്ക് അത്താഴത്തിനുള്ളതാണ് കേട്ടോ. പിന്നെ ചിക്കൻ കറി ഇപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ രണ്ടിനുള്ളത് രണ്ട് ചട്ടിയിലാക്കിയിട്ടൊക്കെ തക്കാളി, ഉള്ളി, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സമൂസയായിട്ട് ഉണ്ടാക്കുന്ന നോമ്പ് തുറക്കുമ്പോൾ. അപ്പോൾ അത് ഇത് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചിക്കൻ കറി തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. പത്തിരിക്ക് അതാണ് ടേസ്റ്റ്. പത്തിരി പൂരിയും ഉണ്ട് കേട്ടോ. അതാണ് അതിന് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. അത് നമ്മളെ പുതിയ മിക്സി ആയിട്ട് നമ്മൾ നോമ്പിലേക്ക് വേണ്ടി വാങ്ങിച്ച മിക്സി ആട്ടോ. അത് അപ്പോൾ നമ്മൾ കറിയിലേക്കുള്ള തേങ്ങ അരച്ച് പിന്നെ നമ്മൾ അതിന് മുമ്പ് തന്നെ അതിൽ നിന്ന് കുറച്ച് ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സമൂസയിലേക്ക് ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യം ഏതായാലും കോഴിക്കറി നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിലില്ലാത്ത കുറച്ച് കഷ്ണങ്ങളുണ്ട്. അപ്പോൾ ഞാനതിന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ കറിയിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ സമൂസകൾ തീനുണ്ടാക്കുകയാണ് കേട്ടോ. നമ്മൾ പത്തിരിയായി, തേങ്ങ അരച്ച ചിക്കൻ കറിയായി കേട്ടോ. നമ്മൾ സമൂസകൾ ഉണ്ടാക്കുകയാണ്. ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം അതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ഇട്ടെടുത്ത് നമ്മൾ തീന് റെഡിയാക്കുകയാണ് കേട്ടോ. ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഈ തീനിലേക്ക് ഇട്ട് വെക്കും കേട്ടോ. അത് കുറച്ച് എന്തെങ്കിലും പലഹാരം നിർബന്ധമാണല്ലോ. അപ്പോൾ അത് നമ്മൾ സമൂസ ആയിട്ടാക്കാമെന്ന് വിചാരിച്ചേ. നമ്മൾ സമൂസ ലീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലുലു മാളിൽ പോയ സമയത്ത് നമ്മൾ ആദ്യമായിട്ടൊരു സമൂസ ലീഫ് കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ. നമ്മളിതാ ഇതുപോലെ ഒന്നിച്ച് വിരിച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. എളുപ്പമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഒരു സ്ഥലത്ത് പോയപ്പോൾ കണ്ടതാട്ടോ ഇതുപോലെ ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ എനിക്കത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലീഫ് വാങ്ങിയത് കേട്ടോ സമൂസൻ്റെ. ഇതുപോലെ ഒന്നിച്ചൊരു 10-15 ഷീറ്റ് ഒന്നിച്ചിങ്ങനെ വിരിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വിരിച്ചതിന് ശേഷം നമ്മൾ മൈദ കലക്കിയത് ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. എന്തിനാ ഇതുപോലെ മടക്കി കൊടുക്കട്ടെ. എളുപ്പമായിട്ട് ഇതിങ്ങനെ ആക്കാൻ. അത് സിമ്പിളായിട്ട് ആക്കിയെടുക്കാം നമുക്ക്. ഇതുപോലെ ഒന്നിച്ചിങ്ങനെ മടക്കി വെക്കാൻ.
അതായത് ഇതുപോലെ ഞാൻ കുറച്ചിങ്ങനെ വിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ല മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തീനൊക്കെ നിറച്ച് കൊടുക്കാം. എന്നിട്ട് വേണം തീന് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അങ്ങനെ ഇതുപോലെ തന്നെ മടക്കി കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തേട്ടെ. ഇതുപോലെ ഫില്ല് ചെയ്ത് ഇങ്ങനെ വെക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഒന്നിച്ച് തന്നെ നമുക്ക് പശ തേച്ചിട്ട് മടക്കുകയും ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളാട്ടോ ഇത്, ഈ ഒരു മെത്തേഡ്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ ഫുള്ള് ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് ഇനി ഒന്നിച്ച് ഒട്ടിക്കുകയും ചെയ്യാം കേട്ടോ. പശ തേച്ച് വളരെ സിമ്പിളാട്ടോ ഇതിങ്ങനെ ചെയ്യാൻ. പശ എന്ന് പറഞ്ഞാൽ മൈദയാണ് കേട്ടോ. മൈദ ഇങ്ങനെ കലക്കി വെച്ചതാണ് കേട്ടോ പശ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അത് സമൂസേൻ്റെ പണി അവിടെ കഴിഞ്ഞിട്ട് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ചട്ടി തന്നെ അത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു ഇതൊന്ന് പൊരിച്ചെടുക്കണം. സമൂസ ഫുള്ള് പൊരിച്ചെടുത്തിട്ട് ഇനി അടുത്ത് നമ്മൾ കുറച്ച് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടി കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അത് വേഗം ഒന്ന് കുഴച്ചെടുത്തിട്ടോ. ഏകദേശം ടൈമൊക്കെ ഒരുപാടായിട്ടുണ്ട് കേട്ടോ. 3 മണിയൊക്കെ ആകുമ്പോൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ 5:30 സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ വേഗം തിരക്കിട്ട് ചെയ്യാണ് കേട്ടോ. നോമ്പിന് ഒരു 3 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ കയറി ടൈം പോകുന്നത് അറിയേയില്ല. മിന്നുമോളാണ് കേട്ടത് പരുത്തി തന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ആകൃതിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതാ പൂരി അവിടെ ആക്കി കഴിഞ്ഞു കേട്ടോ. ഇനി വേഗം ജ്യൂസ് അടിക്കുന്ന പരിപാടിയാട്ടോ. നമ്മൾ പിന്നെ വത്തക്ക ഇടുന്ന ജ്യൂസ് അടിക്കുന്നത്. നമ്മൾ കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ. കാരക്കുണ്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ സമൂസ, പത്തിരി, പൂരി, പിന്നെ പൂളക്കറി, പിന്നെ നമ്മൾ ചിക്കൻ തേങ്ങ അരച്ചത് കേട്ടോ. ഇത്രയൊക്കെ നമ്മൾ ഇന്നത്തെ നോമ്പിൻ്റെ വിഭവങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.